ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല, വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഗ്യാപ്പ് അപ്പിന് ശേഷം ഒരു റേഞ്ച് മാർക്കറ്റ് പോലെയായിരുന്നു. ഒരു റേഞ്ചിനകത്ത് കിടന്നുള്ള ട്രേഡിങ്ങും കാര്യങ്ങളും മാത്രമാണ്. സെൻസെക്സിലാണെങ്കിലും നമ്മുടെ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും വലിയ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഒരു റേഞ്ചിനകത്തുള്ള ഒരു ബ്രേക്കൗട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ എക്സ്പെക്റ്റ് ചെയ്തൊരു മൊമെൻറ്റം കാണുന്നില്ല. ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ലെവല് 2400 എന്ന് പറയുന്ന ലെവല് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഡൗട്ട്. മുകളിലോട്ട് പോകാൻ അധികം ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷേ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് അത്യാവശ്യം ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ 1200 സംതിങ് ലോസിലാണ് പോയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്ത സ്ട്രൈക്ക് പ്രൈസിലും കുറച്ച് പ്രശ്നമുണ്ട്. ഇതിൽ ഡെൽറ്റ മൂവ്മെൻറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിയ മൂവ്മെൻറ്റ് കാണുന്നില്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇനിയും ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 130 ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ എക്സിറ്റ് ആവാനുള്ള പ്ലാനിലാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. ബ്രേക്ക് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റുമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്രയും ഒരു 35 പോയിൻറ്റ്സ് മൊമെൻറ്റം മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ചെറിയൊരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ബ്രേക്കൗട്ട് എനിക്ക് ഫുള്ളി ഇതുവരെ വരുമോ ഇല്ലയെന്ന് ചെറിയൊരു ഡൗട്ടാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഈ ഒരു സമയത്ത് ബ്രേക്കൗട്ട് വന്നിട്ട് തിരിച്ച് നല്ലൊരു മൊമെൻറ്റം, പോസിറ്റീവ് മൊമെൻറ്റമാണ് കാണിക്കാറ്. എന്തായാലും ഇന്നെങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിൽ മാത്രമാണ് റൺ ചെയ്യുന്നത്. ഒരു 600-700 ആ റേഞ്ചിൽ പ്രോഫിറ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ സ്റ്റാർട്ടായിട്ടില്ല വലുതായിട്ട്. എന്തായാലും ഞാൻ മാർക്കറ്റ് നോക്കി അതിനനുസരിച്ച് എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ എത്തോ ഇല്ലയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 50 പോയിൻറ്റ്സിന് അടുപ്പിച്ച് ഒരു 25,360 ആ ഒരു റേഞ്ചിൽ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ചെറിയൊരു ഫോള് കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് ഫോള് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹോൾഡ് ചെയ്യും. ഈ ബാങ്ക് നിഫ്റ്റി തിരിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും സെൻസെക്സ് ബ്രേക്കൗട്ടൊന്നും തന്നിട്ടില്ല. സെൻസെക്സ് ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും ബാങ്ക് നിഫ്റ്റി ബ്രേക്കൗട്ട് തരുമോ ഇല്ല നോക്കാം. എന്നിട്ട് ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് ആവണോ വേണ്ടതെന്ന് ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ തിരിച്ചൊരു ഫുൾ ബാക്ക് പോലെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലെവൽ ടാർഗറ്റ് വരെ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ചെറിയൊരു ബ്രേക്കൗട്ട് പോലെ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. ഏതൊരു ലെവൽ വരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിൽ അതിൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാന്. എന്തായാലും ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ലെവലെത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ചു. പക്ഷേ എന്തായാലും ഇന്ന് ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 പുട്ട് ഓപ്ഷനായിരുന്നു എടുത്തിരുന്നത്. ആക്ച്വലി ഇത് ലോസ് ഇതാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം -2000 ആയിരുന്നു. അതോടെ റിക്കവർ ചെയ്തിട്ടാണ് ഈ 2000. അതായത് എൻ്റെ ടാർഗറ്റ് 4000
അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ ഈ 1300 എനിക്ക് ആദ്യം തുടക്കത്തിലേ പറ്റിയ അബദ്ധമായിരുന്നു. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഇവിടെ കറക്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്തത് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ഞാൻ എടുത്ത ലോട്ടും സൈസ് കുറച്ച് കൂടുതലായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഫോൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇനി കണ്ടിന്യൂസ് ഫോൾ തന്നെ വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സലും പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ഇനി വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. വേണമെങ്കിൽ എനിക്കിനി ഹോൾഡ് ചെയ്യാമായിരുന്നു ഈ ഒരു ലെവൽ വരെ. 25,300 ഈ ഒരു റേഞ്ചിൽ ഇറങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഹോൾഡ് ചെയ്യാമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റത്തെ ട്രേഡ് ലോസ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യില്ലെങ്കിൽ എക്സിറ്റ് ആവാന്നുള്ള പ്ലാനിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് ചെറിയൊരു പ്രോഫിറ്റോടെ എക്സിറ്റായി. അപ്പോൾ എന്തായാലും നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.